യാക്കോബ് 5:13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവരെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന്, എന്നാൽ 16 ശ്രദ്ധിക്കുക, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പി. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഉറക്കെ പറഞ്ഞ വളരെ ഫലിക്കുന്നു. ഇനി അടുത്തത് അതിനെ ഉറപ്പിക്കുന്ന കാര്യം 17-18. എന്നിട്ട് പഴയ നിയമത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തതില്ല. 18. എന്നാൽ അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവിൽ പ്രിയരെ, യാക്കോബിന്റെ ലേഖനം എന്ന് പറയുന്നത് വളരെ പ്രായോഗികമായ പ്രാക്ടിക്കൽ ജീവിതത്തെ തൊടുന്ന പുസ്തകമാണ് യാക്കോബിന്റെ ലേഖനം. യാക്കോബ് ഈ ലേഖനം എഴുതാൻ പ്രധാനപ്പെട്ട കാരണം, ജെയിംസ് ഇത് എഴുതാൻ പ്രധാനപ്പെട്ട കാരണം, അപ്പോസ്തല പ്രവൃത്തിയിൽ 7-8 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സ്തേഫാനോസ് എന്ന മനുഷ്യൻ രക്തസാക്ഷി മരണം സംഭവിച്ചു. സ്തേഫാനോസിന്റെ മരണശേഷം ദൈവസഭ പലരും ചെതറിപ്പോകുന്ന അനുഭവം ഉണ്ടായി. അങ്ങനെ പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവസഭയെ ബലപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി ബലം പകരുന്ന ആലോചനയാണ് യാക്കോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി താഴോട്ട് നമ്മളിത് വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ അധ്യായം വായിക്കുമ്പോൾ, വിശ്വാസം ജീവിതത്തിൽ എങ്ങനെ, ഒറ്റ വാക്കിൽ പറഞ്ഞ വിശ്വാസം, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം ഉണ്ടല്ലോ, വിശ്വാസം ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കണമെന്ന് പറയുന്നതാണ് യാക്കോബിന്റെ പുസ്തകം. വിശ്വാസം എങ്ങനെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കണമെന്ന് പറയുന്നത്. ഇനി നമ്മൾ വായിച്ച തിരുവചനം ഉണ്ടല്ലോ, നമ്മൾ 5:13 തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഈ ഭാഗത്ത് യാക്കോബ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു അത്ഭുതകരമായ ഒരു ആയുധം. ഉറക്കെ പറ, അത്ഭുതകരമായ ആയുധം. പല ആയുധങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ യാക്കോബ് 5:13 തൊട്ട് പറയാണ് അത്ഭുതകരമായ ആയുധം. ഉറക്കെ പറ, അത്ഭുതകരമായ ഒരു ആയുധം. ഇന്ന് ഈ മെസ്സേജ് ദൈവാത്മാവ് സംസാരിക്കുന്നത് ഒരു ആയുധത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ആ ആയുധം ഒന്ന് പ്രയോഗിക്കാൻ പറയാണ്. ആ ആയുധത്തെ കുറിച്ച് പറയുന്നത്, അതിന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത്ഭുതത്തിന്റെ ആയുധം. എന്താണ് അത്ഭുതകരമായ ഈ ആയുധം? ഭൗതിക ആയുധമല്ല, ആത്മീയ ആയുധമാണ്. അത്ഭുതകരമായ ആത്മീയ ആയുധം. ഹല്ലേലൂയ. ആ ആയുധമാണ് 13 തൊട്ട് പറയുന്നത്. ആ ആയുധത്തിന്റെ പേരാണ്, അത്ഭുതകരമായ ആത്മീയ ആയുധമാണ് പ്രാർത്ഥന. ഉറക്കെ പറ, പ്രാർത്ഥന. ഹല്ലേലൂയ. ആ പ്രാർത്ഥന ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും, ഈ 13 തൊട്ട് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും പ്രാർത്ഥിക്കണം. കഷ്ടതയിൽ, സന്തോഷത്തിൽ, രോഗത്തിൽ, തളർച്ചയിൽ, വീഴ്ചയിൽ, സമൃദ്ധിയിൽ, ഏതവസ്ഥയിലും ഉപയോഗിക്കാവുന്ന അത്ഭുതകരമായ ഒരു ആത്മീയ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ 13 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും. പ്രാർത്ഥന രണ്ടാമത്തെ ഓപ്ഷൻ അല്ല, പ്രാർത്ഥന ഒന്നാമത്തെ കാര്യമാണ്. പ്രാർത്ഥന ശക്തമേറിയതാണ് എന്ന് നമുക്ക് തെളിയിക്കാം. ഇനി ശ്രദ്ധിക്കണം,
ഇനിയാണ് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പ്രതിസന്ധിയിൽ സ്തേഫാനോസിന്റെ മരണശേഷം ചെതറിപ്പോയ വിശ്വാസ സമൂഹത്തെ ബലപ്പെടുത്തി യാക്കോബ് അപ്പോസ്തലൻ എഴുതുന്നതാണ്. യാക്കോബിന്റെ 1 തൊട്ട് വായിക്കുമ്പോൾ വിശ്വാസം പ്രായോഗിക തലത്തിൽ എങ്ങനെ വേണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്തത് ഈ 5-ാം അധ്യായത്തിന്റെ 13 തൊട്ട് വായിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒരു ആയുധം, ആത്മീയമായ അത്ഭുതകരമായ ഒരു ആയുധം, പ്രാർത്ഥനയെ കുറിച്ച്. എന്താണ് പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത്? അതിന്റെ 13 തൊട്ട് ശക്തമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നു, വായിക്കുക. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ആരെങ്കിലും കഷ്ടത സഹിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ. സുഖം അനുഭവിക്കുന്നവൻ, നിങ്ങൾക്ക് സുഖം അല്ലെങ്കിൽ ഒരു ആനന്ദം നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ പാട്ട് പാടട്ടെ അല്ലെങ്കിൽ ഗാനം ആലപിക്കട്ടെ. അപ്പം ദൈവം നമ്മളെ പ്രാർത്ഥനയിലേക്ക് വിളിക്കുകയാണ്. നിങ്ങൾ ഈ കഷ്ടം അനുഭവിക്കുന്നവർ, സഫറിങ് അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ, പ്രതിസന്ധി കൂടെ കടന്നു പോകുന്നവന് വേറെ ഓപ്ഷൻ ഇല്ല. അവൻ പ്രാർത്ഥിക്കട്ടെ. അവൻ എന്ത് ചെയ്യട്ടെ? പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു കൊച്ചു കുട്ടി വീണാൽ നടന്നു പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുക, വീടിന്റെ മുറ്റത്തോ വീട്ടിന്റെ അകത്തോ ഇവിടെ ഇരിക്കുന്ന ആരുമായിട്ട്, അത് വീണാൽ അടുത്ത അതിന്റെ ശബ്ദം എന്താ? പറ. കരച്ചിലാണെങ്കിൽ കരച്ചിലിന്റെ കൂട്ടത്തിൽ വേറൊരെണ്ണം പൊങ്ങി വരും. എന്തുവാ? പറ. ആരും പറയുന്നില്ലയോ? അമ്മേ, അപ്പാ, എന്താ അമ്മേ? അപ്പ വീണിട്ടുണ്ടെങ്കിൽ കരച്ചിൽ വരുമെങ്കിലും ആ കരച്ചിലിനകത്തൂടെ വരുന്ന ശബ്ദമാണ് അമ്മേ, അപ്പേ എന്ന് വിളിക്കുന്ന ശബ്ദം. ഇത് തന്നെയാണ് നിന്നോടും ദൈവം പറയുന്നത്. നിനക്ക് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, നീ വീണിട്ടുണ്ടെങ്കിൽ, നിന്റെ ഉള്ളിൽ ആദ്യം വിളിക്കേണ്ടത് ഒരു കുഞ്ഞപ്പനെയും അമ്മയും അല്ലെങ്കിൽ അമ്മേ എന്ന് വിളിക്കുന്നതിന് പോലെ നിന്റെ സ്വർഗത്തിലെ അപ്പനോട് നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അത് തന്നെയാ ദൈവം പറയുന്നത്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ കുറവ് വരുമ്പോൾ, കഷ്ടത അനുഭവിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കട്ടെ. അത് വേദനയാകാം, പ്രയാസമാകാം, ഏത് ബുദ്ധിമുട്ടായിക്കോട്ടെ. ഇതിന് എന്താ പറയുന്നത്? പ്രയാസം വരുമ്പോൾ നിനക്ക് കംപ്ലൈന്റ് അല്ല, പകരം പ്രാർത്ഥനയാണ്. പിറുപിറുപ്പല്ല, പ്രാർത്ഥനയാണ്. അങ്ങനെ അത് പ്രാർത്ഥിച്ചാൽ ആ അനുഭവിക്കുന്ന പെയിനെ, വേദനയെ സമാധാനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കർത്താവിന് സാധിക്കും. നാം അനുഭവിക്കുന്ന ഭാരത്തെ ഒരു വലിയ ബലത്താൽ നിറയ്ക്കാൻ ദൈവത്തിന് സാധിക്കും. അവിടെ കൊണ്ട് തീരുന്നില്ല. കഷ്ടത അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അതോട് ചേർന്ന് പറയുന്നു സുഖം അനുഭവിക്കുന്നവൻ ജീവിതത്തിൽ നന്നായി പോകുമ്പോഴും മിണ്ടാതിരിക്കാനല്ല, അവിടെ ദൈവത്തെ സ്തുതിച്ചോണം. ഒരിടത്ത് പ്രാർത്ഥന ശക്തമായിട്ട് ഉയരണം, അടുത്തടുത്ത് നിനക്ക് പ്രൈസ് ചെയ്യാൻ കിട്ടുന്ന അവസരം മുഴുവൻ എന്റെ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. അതാ തെസ്സലോനിക്കർ ഇങ്ങനെ പറയുന്നുണ്ട്. തെസ്സലോനിക്കർ 5-ന്റെ 16, 17, 18 എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, അതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തയേശുവിൽ ദൈവ ഇഷ്ടം. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കും, ഇടപെടാതെ സ്തോത്രം ചെയ്യും. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കും. ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ, ശക്തമായൊരു മർമ്മം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിത്തീരുക. സുഖം അനുഭവിക്കുന്ന ആകാം, ഏത് അവസ്ഥയിലായിക്കോട്ടെ, നമ്മൾ എന്തായിത്തീരുക? പ്രാർത്ഥിക്കുന്നവരായിത്തീരുക. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിലാക്കിയ ഒരവസ്ഥ നമുക്ക് കാണാം. അവരെ പിടിച്ചു പൂട്ടി. ബൈബിൾ പറയുന്ന കാലാമത്തിലിട്ട് പൂട്ടി. അപ്പോസ്തലപ്രവൃത്തി 16-ന്റെ 23 വായിക്കുമ്പോൾ അവരെ വളരെ അടുപ്പിച്ച് തടവിലാക്കി. കാരാഗ്രഹ പ്രമാണിയോട് വളരെ സൂക്ഷിക്കാൻ പറഞ്ഞതുകൊണ്ട് അവരകത്തെ തടവിലാക്കി കാലാമത്തിലിട്ട് പൂട്ടി എന്ന് ബൈബിൾ അപ്പോസ്തലപ്രവൃത്തി 16-ന്റെ 24 പറയുന്നു. അത് കിട്ടിയെങ്കിൽ ഒന്ന് വായിച്ചു. അപ്പോസ്തലപ്രവൃത്തി 16-ന്റെ 25, 26. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പാടി സ്തുതിച്ചു. പ്രേയറും നടന്നു, പ്രൈസും നടന്നു. പ്രേയറും നടന്നു, പ്രൈസും നടന്നു. അവസ്ഥ എന്താ? പറ, അവസ്ഥ എന്താ? കാലെന്ത് ചെയ്തേക്ക? ചങ്ങലയിൽ പൊട്ടിരിക്കുക. എവിടാ? അകത്തെ തടവായ.
നോർമൽ തടവറയല്ല. അപ്പൊ ഇരുട്ടുള്ള, നിങ്ങൾക്കറിയാലോ ചില ഹെവി ക്രിമിനൽസിനെ ജയിലിൽ കൊണ്ടുപോകുമ്പോ സാധാരണ എല്ലാവരും ഇടുന്ന പോലല്ല. ഭയങ്കര കഠിനമേറിയ അകത്ത് ഇരുട്ടിൽ ഒറ്റപ്പെട്ട അനുഭവത്തിൽ കൊണ്ടിടാറുണ്ട്. അത് ഇന്നർ സെൽ എന്ന് പറയും. ഇതേപോലെ അകത്തെ ആമത്തിലിട്ട് പൂട്ടി, തടവറയിൽ ആമത്തിലിട്ട് പൂട്ടിയേക്കാം. പുറത്ത് അങ്ങനെ വരാൻ സാധിക്കത്തില്ല. ഇരുട്ട് മൂടി അനുഭവമാണ്. അവിടെ കടന്ന് അവരങ്ങ് പ്രാർത്ഥിച്ചു പാടി. ഒത്തിരി പിറുപിറുക്കാനുണ്ട്, ഒത്തിരി പല സാഹചര്യങ്ങൾ പറയാനുണ്ട്. ദൈവത്തിന് വേണ്ടി നിന്നതാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന പ്രകാരം വന്നതുകൊണ്ട്, അതുകൊണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വായിക്കുമ്പോൾ, ആ 16:1 തൊട്ട് വായിക്കുമ്പോൾ അവരാഗ്രഹിച്ച ഒരു സ്ഥലത്ത് പോയി പ്രസംഗിക്കാൻ. ദൈവാത്മാവ് അവിടെ പോണ്ടാന്ന് പറഞ്ഞിട്ട് ദൈവാത്മാവ് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പോയി. അതിനുശേഷം സംഭവിക്കുന്ന പ്രശ്നം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം ഒരു സ്ഥലത്ത് പോണ്ടാന്ന്, നമ്മൾ ആ ഒരു സ്ഥലത്ത് പോകാൻ ആഗ്രഹിച്ചു, ദൈവം അവിടെ പോണ്ടാന്ന് പറയുന്നു. ദൈവം സ്വപ്നത്തിൽ കൂടെ ദർശനത്തിൽ കൂടെ ആലോചന പറയുന്നു. ആ ആലോചനയ്ക്ക് വെച്ച് സ്റ്റെപ്പ് വെക്കുന്നു. ആ ആലോചനയ്ക്ക് സ്റ്റെപ്പ് വെച്ച് കുറച്ചു നാൾ കഴിയുമ്പോൾ പൂട്ടപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്നു. ഏത് മനുഷ്യനും വേദന ഉണ്ടാകുന്ന അനുഭവം, ഏത് മനുഷ്യനും പ്രയാസം ഉണ്ടാകുന്ന അനുഭവം. പക്ഷെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, അവരവിടെ നിന്ന് പാടി ദൈവത്തെ സ്തുതിച്ചു. നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സാഹചര്യം ഏതവസ്ഥയിലായിക്കോട്ടെ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു ശക്തമേറിയ ദൂത് പറയും 5-ാം മാസത്തിൽ ഈ 10-ാം തീയതി. സാഹചര്യം ഏതവസ്ഥയിലായിക്കോട്ടെ, വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നിനക്ക് 1 ഇഞ്ച് അനക്കാൻ പറ്റാത്ത പൂട്ടപ്പെട്ട അവസ്ഥ, വെളിയിൽ നോക്കുമ്പോൾ മൊത്തം കാരാഗ്രഹത്തിന്റെ അകത്ത് ഇരുട്ട് മൂടിക്കിടക്കുന്ന അവസ്ഥ, നാളുകളിലെ വെളിച്ചം നിന്റെ ജീവിതത്തിൽ കാണാത്ത അവസ്ഥ. പക്ഷെ ബൈബിൾ വിളിച്ചു പറയുന്നു, ശക്തമേറിയ ഒരു ആത്മീയ ആയുധം, നീ പാടി ദൈവത്തെ പ്രാർത്ഥിച്ച് സ്തുതിച്ചു. ഹല്ലേലൂയ. ബൈബിൾ പറയുന്ന അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ച് തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെ തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഇത് കഴിഞ്ഞപ്പോ സംഭവിച്ചത് ഇതുവരെ ഇല്ലാത്തൊരു ഭൂമി കുലുക്കം ഉണ്ടായി. ഹല്ലേലൂയ. സാധാരണ ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ മൊത്തത്തിൽ ഇടിഞ്ഞു തകർന്നു വരുന്നതാ. ഈ ഭൂമി കുലുക്കത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. പൂട്ടപ്പെട്ട സകല വാതിലും പൊളിക്കുന്ന ഒരു ഭൂമി കുലുക്കം. ഹല്ലേലൂയ. ഈ ഭൂമി കുലുക്കം കഴിഞ്ഞപ്പോൾ ഈ കുലുക്കം എന്നറിയാം, കെട്ടിടം മൊത്തം ഇടിഞ്ഞു വീഴുന്നില്ല, പൂട്ടിയ അകത്തെ തടവറയിലെ ഡോറിനെ മാത്രം പൊളിക്കുന്ന ഒരു ഭൂകമ്പം. ഹല്ലേലൂയ. ആ ഭൂകമ്പം കഴിഞ്ഞ സംഭവിച്ചത് അവരുടെ ചങ്ങലയും അഴിഞ്ഞു മാറി. ഇതിനൊരു ദൂതുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥനയും ആരാധനയും ഉയർന്നാൽ സംഭവിക്കുന്നത് പൂട്ടപ്പെട്ടതിനെ മാത്രം പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഇന്ന് പകൽ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന ചിലതിനോട് പറയുന്നു, ചില ഇരുട്ടറയിൽ നിന്നും പൂട്ട് പൊട്ടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരും. ഇവർ 2 വിടുതൽ നടന്നു. ഹല്ലേലൂയ. ഈ 2 വിടുതൽ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. ചിലപ്പോ നമ്മുടെ കയ്യിലെ ചങ്ങലകൾ അഴിയാറുണ്ട് പ്രാർത്ഥനയിലും ആരാധനയിലും. പക്ഷെ നമ്മൾ ഫ്രീ ആയാലും നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഫ്രീ ആയില്ലെങ്കിൽ നമുക്ക് ചലിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ? നമ്മൾ ചിലപ്പോൾ ഫ്രീ ആയി, പക്ഷെ നമ്മുടെ സറൗണ്ടിങ് നിൽക്കുന്നത് ബുദ്ധിമുട്ട്. ഇവിടെ കണ്ടോ, കയ്യിലെ ചങ്ങല അഴിഞ്ഞു. കൈയുടെ ചങ്ങല അഴിയുന്നതിന് മുമ്പ് വേറൊന്ന് അഴിഞ്ഞു, വാതിലിന്റെ പൂട്ട് പൊട്ടി. നമ്മുടെ കയ്യിലെ ചങ്ങല അടിച്ചെന്ന് പറഞ്ഞ് നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടത്തില്ല, മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല, അവിടെ വാതിലിന്റെ അകത്തായിരിക്കുക. ഹല്ലേലൂയ. ചിലരുടെ ജീവിതത്തിൽ തിരിച്ചും സംഭവിക്കാറുണ്ട്. വാതിൽ പലതും തുറന്നു കിടക്കും, പക്ഷെ കയ്യിലെ ചങ്ങല ബന്ധിക്കപ്പെട്ടു. പക്ഷെ ഇവിടെ സംഭവിച്ചത് 2 സംഭവിച്ചോ. നിന്റെ ജീവിതത്തിന്റെ കെട്ടും പൊട്ടും, നിന്റെ മുമ്പിൽ നിൽക്കുന്നതിന്റെ കെട്ടും പൊട്ടും. ചില കുടുംബത്തിൽ ഇന്ന് പകൽ മുതൽ ദൈവാത്മാവ് അത് ചെയ്യുന്നു. ഇത് ചില കുടുംബങ്ങളുള്ള ദൂതാണ്. നിന്റെ കെട്ടും പൊട്ടും, നിന്റെ കെട്ടും പൊട്ടും, നിന്റെ ചുറ്റുമുള്ള, നിന്റെ വീട്ടിന്റെ അകത്തുള്ള, നിന്റെ കൺമുമ്പിൽ കാണുന്ന ചിലതിന്റെ കെട്ടും ബന്ധനവും അഴിയോ. ഇന്ന് പകൽ ദൈവാത്മാവ് അത് ചെയ്യുകയാണ്.
എത്ര പേര് ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? ആത്മാർത്ഥമായി ഈ ദൂതനെ സ്വീകരിക്കാമോ? ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷ കഴിയുന്നതോടുകൂടെ ഈ ദിവസങ്ങളിൽ നിന്റെ കൺമുമ്പിൽ കണ്ട പൂട്ടപ്പെട്ട ഡോറുകളെ നിനക്ക് സ്റ്റെപ്പ് വെക്കാൻ പറ്റാതെ, നിന്നെ ചലിപ്പിക്കാൻ പറ്റാതെ മുമ്പിൽ നിൽക്കുന്നത് പൊളിയുന്നു. നിന്റെ കെട്ടുപൊട്ടും യേശു ക്രിസ്തുവിൻ നാമത്തിൽ. Receive it. എന്നൊരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യാം. ഈ വചന ശുശ്രൂഷ എല്ലാവരും ഏറ്റെടുത്തേ. ഇതൊരു സൺഡേ മീറ്റിംഗിന്റെ വർഷിപ്പ് കഴിഞ്ഞ് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമായിട്ട് എടുക്കരുത്. ഇതൊരു ആത്മാവിന്റെ ദൂത് കൈമാറുക, വചനം എറിയാണ്. ഇത് ചിലടത്ത് പൂർത്തിപുറം ഉണ്ടാക്കും. ഇത് ശക്തമേറിയ ആത്മീയ ദൂതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിലും പറഞ്ഞതാ. ഹല്ലേലൂയ. കർത്താവ് ചിലതിന്റെ പരിധി പൊട്ടിക്കാൻ പോവുക. നിന്റെ കെട്ട് പൊട്ടിയാലും ചിലപ്പോ നിനക്ക് മുന്നോട്ട് അതാ ഇന്ന് ദൂത്. ചില സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഭൂകമ്പം ഉണ്ടായിട്ട് കയ്യിലെ ചങ്ങല അഴിഞ്ഞു വീണിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? ഇല്ല. അതിന് മുമ്പ് എവിടെ തുറക്കണം? വാതിൽ തുറക്കണം. ചില പൂട്ട് നമ്മൾ ഇന്ന് അഴിഞ്ഞു, പക്ഷെ നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. കാരണം ഫ്രണ്ടിൽ പൂട്ടിയതുണ്ട്. ദൈവം നിന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ട പൂട്ടപ്പെട്ടത് ഇന്ന് മുതൽ, ഈ പ്രാർത്ഥന കഴിയുന്നത് മുതൽ ദൈവം അഴിക്കും. നിന്റെ വീട്ടിലെ കെട്ടത് അഴിക്കും. നിന്നെ മുന്നോട്ട് വിടാതെ പരിധി വെക്കുന്നത് പൊളിയും. ചില ശരീരത്തിൽ നിന്ന് രോഗബന്ധനങ്ങൾ മാറി മാറിയുള്ള ചങ്ങലകൾ പോലെ അഴിയുന്നു. ഇന്ന് ഫ്രീ ആണ്, ഫ്രീ ഫ്രീ. അപ്പൊ 13 ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കഷ്ടത അനുഭവിക്കുന്നവൻ, സുഖം അനുഭവിക്കുന്നവൻ. അപ്പൊ പാട്ടും പ്രാർത്ഥന ഉയർന്ന ചങ്ങല പൊളിയും. നിന്റെയും പൊളിയും, നിന്റെ മുമ്പിൽ നിൽക്കുന്നതും പൊളിയും. ഇന്ന് പകൽ ചില വീടുകളിൽ അത് സംഭവിക്കട്ടെ. ദൈവം വിളിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞു വീണോ അമ്മേന്ന് വിളിക്കുന്ന പോലെ വിളിച്ചോ അപ്പനെ. പ്രാർത്ഥന ദൈവം വിളിക്കുക. ഇന്ന് മുതൽ ചിലതിനെ ദൈവം അതിലേക്ക് വിളിക്കുകയാണ്. ഇനി 13 നമ്മൾ വായിച്ചു. ഇനി 14 വന്നേ. യാക്കോബ് നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ. ഇനി അടുത്ത, ഇനി സൗഖ്യം വേണ്ടത്. ഇനി അടുത്ത എന്താണ്? ദീനമായി ഒരു ബുദ്ധിമുട്ട്, ഹീലിംഗ് വേണം. അടുത്ത് ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശക്തമേറിയ ആത്മീയ മർമ്മോ. നിങ്ങൾക്കൊരു സൗഖ്യം വേണമെന്ന് തോന്നുന്നുണ്ടോ? വിശ്വാസം പാസ്റ്ററെ ഇതാ എണ്ണ, എന്നെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാവോ? വിടുതൽ നടക്കും. വചനം അത് പറയുന്നു. ഞാൻ അനുഭവിച്ചു. ചർച്ചിൽ തന്നെ മാരക രോഗങ്ങൾ ഞാൻ എനിക്കുണ്ട്, അറിയാം. അതുകൊണ്ടാ പറഞ്ഞു. ബുദ്ധിമുട്ട് തോന്നുന്നു, വിളിക്കും. ബൈബിളിലെ പ്രമാണം പറയുന്നത് സഭയിലെ മൂപ്പന്മാരെ വിളിക്കുക. അവരെ എണ്ണ അതൊരു സിംബോളിക് കാണിക്കുക, പരിശുദ്ധമായി കാണിക്കുക, ദൈവാത്മാവിന്റെ പ്രവൃത്തിയെ കാണിക്കുക. എണ്ണ പൂശം കൊണ്ട് പ്രാർത്ഥിയിലെ സൗഖ്യം നടക്കുന്നു. അപ്പം കെട്ടപ്പെട്ട അവസ്ഥയ്ക്ക് മാത്രമല്ല പ്രാർത്ഥിക്കണ്ടേ, മാനസികമായി ശാരീരികമായി എവിടാണോ സൗഖ്യം വേണ്ടേ പ്രാർത്ഥിച്ചോ. അവിടെയും പറയാ പ്രാർത്ഥിച്ചു. സുഖം അനുഭവിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പാടട്ടെ. അടുത്ത അസുഖം വന്നോ ഉപ്പമാരെ വിളിക്കട്ടെ, അവർ കൈവച്ച് എന്ത് ചെയ്യട്ടെ? പ്രാർത്ഥിക്കട്ടെ. അടുത്ത് എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോ ദീനക്കാരന് വിടുതലായി മാറും. ദീനക്കാരനെ രക്ഷിക്കും. പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത് വിശ്വാസത്തോടാണ്. ചെന്ന് പ്രാർത്ഥിക്കുന്നതും വിശ്വാസത്തോടാണ്. രണ്ടും കൂടെ കൂട്ടിമുട്ടുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കണ്ടോ, ബൈബിളിന്റെ പ്രമാണം പറയാം, ദൈവവചനത്തിന്റെ. അടുത്ത് കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അത് കിടക്കുന്ന ഏത് അവസ്ഥയെന്നാലും ദൈവം അവനെ എഴുന്നേൽപ്പിക്കും. പ്രാർത്ഥനയുടെ ശക്തി പറയുക.
ദൈവം അവനെ എഴുന്നേൽപ്പിക്കും. അപ്പൊ പ്രാർത്ഥിച്ച എഴുന്നേക്ക് പൂട്ട് പൊട്ടുക മാത്രമല്ല, കിടക്കുന്ന അവസ്ഥയെന്ന് എന്റെ ദൈവം എഴുന്നേൽപ്പിക്കും. അടുത്തത് അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അടുത്താണ് 16. ശ്രദ്ധിക്കണം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. അപ്പം ഒരുവന് വേണ്ടി അവ വരുമ്പോൾ കർത്താവേ കുറവുകൾ ഉണ്ടെങ്കിൽ ദൈവത്തിൽ ഏറ്റുപറ, ദൈവത്തോട് പ്രാർത്ഥിച്ചേ. കാരണം ദൈവ കുറവുകൾ എന്ത് ചെയ്യും? ക്ഷമിക്കും. എന്തെങ്കിലും പിശാചിന് ക്ലെയിം ചെയ്യുന്ന അവകാശവാദങ്ങളുണ്ടോ? ഇത്രേ ഉള്ളൂ. ചില വിഷയത്തിൽ പിശാച് അവകാശവാദം പറയുന്നുണ്ടെങ്കിൽ നമ്മളത് പ്രാർത്ഥിച്ച് അതിന്റെ അവകാശത്തെ ക്യാൻസൽ ചെയ്തേ പറ്റൂ. അല്ലാതെ ഞാനല്ല, ആര് കൈവച്ചാലും പ്രാർത്ഥിച്ചാലും വിടുതൽ നടക്കത്തില്ല. കാരണം എന്താ? അവകാശം പറയുന്ന എന്തോ ഒന്നുണ്ട്, അതിനെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. കേട്ടോ, ബൈബിൾ അതിന്റെ മർമ്മം പറയുന്നുണ്ടോ എങ്ങനെ ആ വിടുതലേക്ക് വരാം. ഒരുവന് വേണ്ടി അടുത്തത് ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ. അപ്പൊ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അത്ഭുതം കൊണ്ടുവരും. ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത്ഭുതം. അത് ഒന്നിച്ചുള്ള കോപ്പറേറ്റ് പ്രയറിന്റെ അനുഭവം, ഒന്നിച്ചുള്ള പ്രാർത്ഥനയുടെ വിടുതൽ. എല്ലാം തകർന്നു പോയ യോബ്, ബൈബിൾ പറഞ്ഞു യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അതുവരെ കളിയാക്കിയതും എതിര് നിന്നതൊക്കെയാ. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സ്ഥിതി മാറി, ഇവന്റെ സ്ഥിതി മാറി. ഒന്നിച്ച് പരസ്പരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അത്ഭുതമുണ്ട്. നമ്മള് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത്, നമ്മുടെ പാവങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നെങ്കിൽ, എന്നാൽ ഒന്നുകൂടെ വായിച്ചു, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇനി അടുത്ത പവർഫുൾ ട്രൂത്ത് പറയാണ്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അല്ലെങ്കിൽ നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തവും ഫലപ്രദവുമാണ്. ആമേൻ. ഈ ലോകത്തിലെ ഇതിന്റെ അർത്ഥം ഇതാണ്, ലോകത്തിൽ ഇന്ന് ഒത്തിരി ശക്തിയുണ്ട്, പല രീതിയിലുള്ള. നമുക്കറിയാം മനുഷ്യന്റെ ശക്തി, ഹ്യൂമൻ പവർ. അതിനുശേഷം നമ്മൾ ശക്തി അളക്കുന്ന ഹോഴ്സ് പവർ, കുതിരയുടേത്. അത് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വന്ന് നിൽക്കുന്നതാണ് ന്യൂക്ലിയർ പവർ. അതിന്റെ പേരിലാണല്ലോ യുദ്ധങ്ങൾ നടക്കുന്നത്. ന്യൂക്ലിയർ ശക്തി, അണുബോംബും ന്യൂക്ലിയർ, ആ പവറിലാണ് വന്ന് നിൽക്കുന്നത്. ഇന്നത്തെ ലോകം വന്ന് നിൽക്കുന്നത് മനുഷ്യന്റെ പവറിനപ്പുറത്ത്, ടെക്നോളജിയുടെ പവറിനപ്പുറം ഇന്ന് ഏറ്റവും വന്ന് നിൽക്കുകയാണ് ന്യൂക്ലിയർ പവർ. അത് വെച്ച് എന്തും ചെയ്യാം എന്ന് വന്ന് നിൽക്കുന്ന ഒരു പവറിന്റെ ശക്തിയിൽ നിൽക്കുക. ഇനിയും നാളുകളിൽ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കുക, നമുക്കറിയില്ല, കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയുന്നു, അതിനേക്കാൾ ശക്തമേറിയതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നീതിമാന്റെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അതിന് പറയുന്നത് ഡൈനാമിറ്റ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുന്നത് ഡൈനാമിറ്റ് പവർ. സകലതിനെ തകർക്കാൻ ശക്തിയുള്ളതാണ് പ്രാർത്ഥന. അപ്പൊ നീതിമാന്റെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഫലപ്രദമാണ്, അത് ഫലിക്കുന്നു. ഇനി അവിടെ നിന്നൊന്ന് ശ്രദ്ധിക്കണം. പ്രാർത്ഥന ഫലിക്കുന്നല്ല പറയുന്നത്. ഒന്നുകൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രാർത്ഥന, നിങ്ങൾക്ക് മനസ്സിലായില്ല? പ്രാർത്ഥന ഫലിക്കുന്നല്ല, എന്തോ പറഞ്ഞേ? അതിന് വേറൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അതിന്റെ മലയാളത്തിൽ ഞാൻ പറയാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ, ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അത് മനസ്സിലാക്കണമെങ്കിലേ, അല്ലെങ്കിൽ നമ്മള് എന്താണ് പറയുന്നത്, ഒരു പ്രാർത്ഥിക്കാറുണ്ട്, ഒരു ലേസിയായി എന്താന്ന് മനസ്സിലാകാതെ പ്രാർത്ഥിക്കും. അതാ പറഞ്ഞത്, റിയൽ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ?
ചടങ്ങ് പോലെ ഒരു ദിവസം ആയതുകൊണ്ട് പ്രാർത്ഥിക്കാന്ന് വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്നതല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രയർ ഉണ്ടോ? നിങ്ങളുടെ പ്രയർ ലൈഫ് അല്ലെങ്കിൽ പ്രയറിൽ റിയൽ പ്രയർ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നടക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അതാണ് ഇതിന്റെ അർത്ഥം. നീതിമാന്റെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. എന്തെങ്കിലും ഒരു ജൽപ്പനം പോലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല ഫലിക്കുന്നത്. ശ്രദ്ധയോടെ പ്രാർത്ഥനയിൽ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് വലിയ ഫലമുള്ളതാണ്. ഏത് ന്യൂക്ലിയർ പവറിനേക്കാളും സകലത്തിനെ തകർക്കാൻ ശക്തിയുള്ളത്. അതാണ് ഫലം ഉണ്ടാക്കുന്നത്. അതായത് കോൾഡ് തണുത്ത പ്രാർത്ഥന, ചടങ്ങ് പ്രാർത്ഥന, ഈ പ്രാർത്ഥന ഫലിക്കത്തില്ല. തണുത്ത പ്രാർത്ഥന, ജൽപ്പന പ്രാർത്ഥന, ചടങ്ങ് പ്രാർത്ഥന ഫലിക്കത്തില്ല. പകരം അത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ റിയലായി പ്രാർത്ഥിക്കുന്നുണ്ടോ? പക്ഷെ ആത്മാവിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന എ ഫെർവന്റ് പ്രയർ, ശ്രദ്ധയോടെ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഫലിക്കും. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയാണ് അപ്പോസ്തലപ്രവൃത്തി 12:5 പ്രാർത്ഥിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 12:5 മോനെ ആ വാക്ക് മാത്രം ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് 12:5 എന്നിട്ടൊന്ന് വായിക്കേ. പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥന കഴിച്ചു പോന്നു. സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ഒന്ന് ഡിസ്പ്ലേ കാണിക്കാം. ഇനി എല്ലാവരും പറ്റുമെങ്കിൽ സ്ക്രീനിലോട്ട് ബൈബിളിലോ എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇങ്ങനെ പത്രോസ് ഇപ്പൊ എവിടെ കിടക്കുന്നേ? പത്രോസ് എവിടെ കിടക്കുന്നേ? തടവറയിൽ കിടക്കുകയാണ്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്നല്ല ബൈബിള്. സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് ഫോക്കസ്ഡ് പ്രയറാണ്. സഭ അയ്യോ ദൈവമേ എല്ലാരും പോയല്ലോ, പത്രോസും പോയല്ലോ അല്ല. ഒറ്റ ലക്ഷ്യം. യാക്കോബ് പോയി, വാളാ തീർന്ന്. ഞങ്ങളുടെ ലീഡറായിട്ട് ഇനി പത്രോസ് മാത്രമേ ഉള്ളൂ. തിരിച്ചു പിടിച്ചേ പറ്റൂ. സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി, ആർക്ക് വേണ്ടി? പീറ്ററിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ ഈ പ്രാർത്ഥന ഉയർന്നാൽ 7-8 വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. അങ്ങനാണെങ്കിൽ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറായ ദൈവം പ്രവർത്തിക്കും. എന്നിട്ട് എക്സാമ്പിൾ വരികയാണ്. ഇനിയാണ് നമ്മൾ യാക്കോബ് 5 16 വായിച്ചു 17 ഒന്ന് വന്നേ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ഇനി പറഞ്ഞിട്ട് പറയാണ് ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇനി എക്സാമ്പിൾ പറയും. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ഇനി എങ്ങനെ പ്രാർത്ഥിക്കുന്നതിന്? പ്രാർത്ഥിച്ചാൽ കിട്ടും, പ്രാർത്ഥിച്ചാൽ നടക്കും എന്ന് പറയുക മാത്രമല്ല, പ്രാർത്ഥിച്ചതിൽ വിടുതൽ കിട്ടിയ ഒരു വ്യക്തിയുടെ അനുഭവം പഴയ നിയമത്തിൽ നിന്ന് പറയാണ്. ഇനി ശ്രദ്ധിക്കണം, ആരെ കുറിച്ചാണ് പറയുന്നത്? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ഉറക്കെ പറ, നമ്മെ പോലൊരു മനുഷ്യനെന്ന് പറഞ്ഞേ. സമസ്വഭാവം നമ്മളെ പോലെ തന്നെ. നമ്മൾ മടുക്കുന്നെങ്കിൽ അദ്ദേഹം മടുത്തിട്ടുണ്ട്. നമ്മൾ നിരാശപ്പെട്ടെങ്കിൽ അദ്ദേഹം നിരാശപ്പെട്ടിട്ടുണ്ട്. മതി ദൈവമേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. നമ്മെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യൻ. നമ്മളും അങ്ങനല്ലേ? ചിലപ്പോ നല്ല ആക്റ്റീവ് ആവും, ചിലപ്പോ മനസ്സ് തകരും, ചിലപ്പോ ഭയങ്കര നല്ല പോസിറ്റീവ് വേർഡ് പറയും, ചിലപ്പോൾ അറിയാതെ നിരാശ വാക്കും പറയാം. ഇതേപോലൊരു മനുഷ്യനായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഉറപ്പ് പറയാം, നമ്മെ പോലൊരു മനുഷ്യനാണ്. പക്ഷെ പ്രാർത്ഥിച്ചപ്പോ വിടുതൽ മാറി, അത്ഭുതം സംഭവിച്ചു. ഇത് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണ്. ദൈവം പ്രാർത്ഥനയിലേക്ക് നമ്മെ വിളിക്കുകയാണ്. ശക്തമേറിയ അത്ഭുതകരമേറിയ ഒരു ആത്മീയ ആയുധമാണ് പ്രാർത്ഥന. അപ്പൊ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. എന്താ അദ്ദേഹം ചെയ്തേ? മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. ദൈവ നിയോഗപ്രകാരം മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്തെ മഴ പെയ്തില്ല. ദേശത്ത് എന്ത് ചെയ്തില്ല? മഴ പെയ്തില്ല. പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഒറ്റ വാക്കിൽ പറഞ്ഞ 3.5 വർഷം എന്ത് ചെയ്തില്ല? മഴ പെയ്തില്ല. അടച്ചു. 1 രാജാക്കന്മാർ 17 കിടപ്പുണ്ട്. കാരണം അന്നത്തെ രാജാവ് ചിന്തിച്ചത്, അവൻ ആഹാബ് രാജാവും അവന്റെ രാജ്ഞി ഇസബേലും ചേർന്ന് ദേശം ഭരിച്ച് നശിപ്പിച്ച് അവിടെ ഉള്ള നല്ല ജനങ്ങളെ പോലും വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടു കെട്ടി ഈ
രാജ്യത്ത് മഞ്ഞും മഴയും പെയ്യുന്നത് ആ ബാലിനെയും ഈ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുന്നുകൊണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ജീവിച്ചൊരു തലമുറ. കൃഷിക്ക് മഴ കിട്ടണമെങ്കിൽ ഇതിനെയൊക്കെ ആരാധിക്കണമെന്ന് പറഞ്ഞ് പാവപ്പെട്ട കൃഷി ചെയ്യുന്ന കർഷകരെ ഉൾപ്പെടെ വിഗ്രഹാരാധനയിലേക്ക് വലിച്ചു കൊണ്ടുപോയ ഇസബേലിന്റെ ദുഷ്ടവ്യാപാരം. അവിടെ നിന്നാണ് ദൈവദാസന്റെ പ്രവചനം പറഞ്ഞത്. ഹാഗാബേ, കൊട്ടാരത്തിൽ പോയാ പറഞ്ഞത്, നീ ചിന്തിക്കുന്ന നീ എന്തെങ്കിലും കാഴ്ചകളും ധർമ്മങ്ങളും ഒക്കെ ചെയ്ത് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല മഞ്ഞും മഴയും പെയ്യുന്ന. ഞാൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ കൽപ്പിക്കുന്നു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല. അതുപോലെ സംഭവിച്ചു. ദേശത്ത് തെളിയിച്ചു കൊടുത്തു. 3.5 വർഷം എന്ത് ചെയ്തില്ല? എല്ലാം അടഞ്ഞു. ദേശത്ത് ഭയങ്കര ക്ഷാമം ഉണ്ടായി. ഏലിയാവ് നമുക്ക് എക്സാമ്പിൾ ആണ്. പറഞ്ഞതുപോലെ കൽപ്പിച്ചു, അടഞ്ഞു. ഏലിയാവിന്റെ ജീവിതത്തിൽ വായിക്കുമ്പോൾ നിരാശ വന്നിട്ടുണ്ട്. ഈ ഇത്രയും വലിയ ശുശ്രൂഷ ചെയ്ത മനുഷ്യൻ 19-ാം അധ്യായത്തിൽ മതി ദൈവമേ മതി ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരാളുണ്ടെങ്കിൽ മുഖത്ത് നോക്കിയോ തൊട്ടിട്ട് പറ, ഏലിയാവ് നമ്മെ പോലാന്ന് പറഞ്ഞേ. ഏലിയാവ് നമ്മെ പോലെ മനുഷ്യനാ. പെട്ടെന്ന് ഭയങ്കര കാര്യങ്ങൾ പറയും, പെട്ടെന്ന് വീണ്ടും നിരാശ വരും. നമ്മെ പോലെ. അപ്പൊ തന്നെ ഏലിയാവിന്റെ ഒരു കാര്യം പഠിക്കാനുണ്ട്. കഷ്ടം അനുഭവിക്കുന്നവൻ എന്ത് ചെയ്യട്ടെ നമ്മൾ പറഞ്ഞേ? പ്രാർത്ഥിക്കട്ടെ. ഏലിയാവ് മഴ പെയ്തില്ല. പിന്നെ ദൈവം ആ മഴ പെയ്യുന്ന 3.5 വർഷം എവിടെ പോറ്റിയെന്നറിയാം? സാരെഫാത്തിലെ വിധവയുടെ വീട്ടിൽ കൊണ്ടാ ദൈവം പോറ്റിയത്. പക്ഷെ അവിടെ ഒരു സംഭവം സംഭവിച്ചു. നമുക്ക് എന്തുകൊണ്ടാണ് സുഖം അനുഭവിക്കുന്ന കഷ്ടം പ്രാർത്ഥിക്കട്ടെ പാടട്ടെ എന്ന് പറയാൻ? വിഷയം വരുമ്പോൾ അത് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കണം. വിഷയം വരുമ്പോൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഏൽപ്പിക്കണം. ഒരു വാക്കൊന്ന് ശ്രദ്ധിച്ചേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 16 തൊട്ടുള്ള വാക്യം. ആ സാരെഫാത്തിലെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം ഉണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 16 തൊട്ട്. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളിച്ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. ആ സാരെഫാത്തിലെ വിധവയുടെ വീട്ടിൽ ഏലിയാവ് മുഖാന്തരം അത്ഭുതം ചെയ്തു. ഇനിയാണ് പെട്ടെന്ന് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. 17 മുതൽ. അനന്തരം വീട്ടുടമക്കാരിയായ സ്ത്രീയുടെ മകൻ, അതായത് സാരെഫാത്തിലെ വീട്ടുടമക്കാരിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി. ദീനം കടുത്തിട്ട്, സാധാ ദീനമല്ല, അതങ്ങ് കടുത്തു. അവനിൽ ശ്വാസം ഇല്ലാതെയായി. അച്ഛൻ മരിച്ചെന്ന് ശ്വാസമില്ലാതായി. അപ്പോൾ അവൾ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ പാവം ഓർപ്പിക്കേണ്ടതിന് എന്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. ഒരു വല്ലാത്ത പ്രതിസന്ധി നേരിട്ടു. ചാവാൻ കിടന്ന പോയ വീടിന്റെ മുമ്പിലാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുമ്പിലാണ് ഏലിയാവ് വന്ന് ദൈവത്തിന്റെ അരുളപ്പാട് പറഞ്ഞ്, നീ എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് തരാൻ, നിന്റെ കലത്തിലെ മാവും ഫറണിന്റെ കുറയത്തില്ല എന്ന് പറഞ്ഞ് ആ വീട്ടിൽ അത്ഭുതം നടന്ന് ചെയ്ത വീടാ. നിമിഷ നേരം കൊണ്ടുവന്നപ്പം ഈ സാരെഫാത്തിന്റെ സഹോദരി എന്ത് ചെയ്തു? ആള് മാറി. നീ എന്തിനാ ഇവിടെ വന്ന്? എന്നെ കൊല്ലാനാണോ? എന്റെ കുഞ്ഞ് ഇതാ പോയി. ഇനി അടുത്തത്. അവൻ അവളോട്, നിന്റെ മകനെ ഇങ്ങി തരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് നിന്റെ മകനെ ഇങ്ങി തരിക എന്ന്. നമുക്കെതിരെ വെല്ലുവിളിക്കുന്ന, നമ്മളെ ഭാരപ്പെടുന്ന വിഷയം ഉണ്ടല്ലോ, അതങ്ങ് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഉപയോഗിക്കണം. ആ വിഷയത്തെ എന്റെ കരങ്ങളിലേക്ക് തരിക. അവനെ അവളുടെ മടിയിൽ നിന്ന് എടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തന്റെ കട്ടിന്മേൽ കിടത്തി. താൻ കിടന്ന മാളിക മുറിയിലെ കട്ടിലുമേൽ കൊണ്ട് ആ വിഷയത്തെ കൊണ്ടെന്ത് ചെയ്തു? ചത്ത് കിടന്ന ഡെഡായ ആ അമ്മയുടെ കയ്യിൽ നിന്ന് വായിക്കുമ്പോൾ ചലനമില്ലാത്തതിനെ വായിച്ചതാണ്. ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, ജീവിതത്തിൽ ചലിക്കാതെ കിടക്കുന്നതും തീർന്നു എന്ന് പറയുന്നതിനെ, നീ കഷ്ടം അനുഭവിക്കുന്നതിനും നിന്നോട് വെല്ലുവിളിക്കുന്ന വിഷയത്തെ നീ കർത്തൃപാദപീഠത്തിലേക്ക് ഏൽപ്പിക്കുക. എന്തോ പരിശുദ്ധമ പറയുന്നത്, നിന്നോട് വെല്ലുവിളിക്കുന്ന പോലെ സംസാരിക്കുന്ന, നിന്നെ കളയാക്കി കുത്തുവാക്ക് പറയുന്ന ചില വിഷയത്തെ ഈ ദിവസങ്ങളിൽ ദൈവപാദപീഠത്തിലേക്ക് കൊടുക്ക, ദൈവകരങ്ങളിലേക്ക് കൊടുക്ക. പ്രാർത്ഥന ഇത്രേ ഉള്ളൂ. ആ ഏലിയാവ് ചത്ത വിഷയത്തെ എടുത്തുകൊണ്ട് ആ പ്രാർത്ഥനാ റൂമിലേക്ക് കൊണ്ടുവച്ചതുപോലെ നിന്റെ വിഷയത്തെ അപ്പന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. എവിടൊക്കെ ദൈവം പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങളും നിന്നെ കുത്തി പറഞ്ഞ ചില വിഷയത്തിന് നീ ദൈവത്താൽ ഒരു പരിഹാരം ഉണ്ടാകും.
വായിച്ചോ. അവൻ യഹോവയോട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്ന് പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. ഇനി 21, 22. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ്ണു കിടന്നു. എന്റെ ദൈവമായ യഹോവേ, നീ ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് പറഞ്ഞ് യഹോവയോട് പ്രാർത്ഥിച്ചു. ശ്രദ്ധിച്ചേ, ഒരു ചത്ത വിഷയം കിടക്കുക, അതിന്റെ മീതെ അങ്ങ് വീണ് കിടക്കുക. കർത്താവെ ശ്വാസം അടിച്ചേ പറ്റൂ. ആ കുഞ്ഞിനെ കവർ ചെയ്ത് അതിന്റെ മീതെ കിടക്കുക. കർത്താവ് നീ എന്ത് ചെയ്തോട്ടോ, തൊട്ടേ പറ്റൂ. ഇനി 22. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു, കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്ന്. പ്രാർത്ഥന കേട്ട് കുട്ടിയുടെ പ്രാണൻ എന്ത് ചെയ്തു, മടങ്ങി വന്നു. 23. അവൻ ജീവിച്ചു. ഏലിയാവ് കുട്ടിയെ എടുത്ത് മാളികയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുചെന്നു അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ആദ്യം ഈ കുട്ടിയെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെ ചലിക്കാതെ, പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാളിക മുറിയിൽ നിന്ന് ഇറങ്ങി അമ്മയുടെ കയ്യിലോട്ട് തിരിച്ചു കൊടുത്തപ്പോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, പ്രാർത്ഥനയുടെ ശക്തി ചലിക്കാത്തതിനെ ചലിപ്പിക്കും, ചിലതിനെ ജീവിപ്പിക്കും. ഇന്ന് പകൽ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവാത്മാവിൽ ചിലത് ചലിക്കാൻ. നമ്മെ പോലെ നമ്മുടെ പ്രശ്നമുണ്ടോ ഏൽപ്പിക്കുക. അടുത്ത അതിന്റെ 17, 18, 5 വായിച്ച ജെയിംസ് 5:17. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തും മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അവൻ 3.5 വർഷം മഴ പെയ്തില്ല. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു, ആകാശത്തും മഴ പെയ്തു. ഇതുവരെ ഇല്ലാത്ത ക്ഷാമം, ആ ക്ഷാമം മാറി എന്തോന്നു, ധാന്യങ്ങൾ വിളഞ്ഞു. പ്രാർത്ഥന ചലനങ്ങൾ